പാലപ്പൂ പോലെ വെളുത്ത അപ്പം എന്നൊക്കെ പറയും. അതിന്റെ പുറത്ത് ആ പീന്റെ ചാറ് അങ്ങോട്ട് വന്നു കഴിയുമ്പോഴല്ലോ അത് കാണുമ്പോൾ തന്നെ കൊതി വരും. ഉണ്ണി സ്പെഷ്യൽ അച്ചാർ നിങ്ങൾക്ക് വേണേ ഓർഡർ ചെയ്യാൻ കേട്ടോ, ഓൺലൈനിൽ. നമസ്കാരം, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? നമ്മൾ മലപ്പുറം, കണ്ണൂർ അവിടെയൊക്കെ പോയി വീഡിയോ ചെയ്തു. മലപ്പുറം വീഡിയോകൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയായിരിക്കും. പക്ഷെ ഞാനിപ്പോൾ കൊച്ചിയിലാണ്, എറണാകുളത്ത് കുമ്പളങ്ങിയിലാണ് ഞാനിപ്പോൾ ഉള്ളത്. കുമ്പളങ്ങിയിലുള്ള ഒരു പാർട്ടിയെ നിങ്ങൾക്ക് നല്ല പരിചയം ഉണ്ടാവുമല്ലോ, OMKV ഉണ്ണി നിങ്ങളുടെ ഫ്രണ്ട് എന്ന പോലെ തന്നെ എൻ്റെയും ഫ്രണ്ടാണ്. ഉണ്ണിയുടെ ഒരു ചെറിയ റെസ്റ്റോറൻ്റ് ഉണ്ട്, അത്താഴം എന്ന റെസ്റ്റോറൻറ്റിൽ നമ്മൾ അത്താഴം കഴിക്കാനായിട്ട് വന്നതാണ്. നോക്കാം അല്ലേ, OMKVയുടെ രുചി നമ്മൾ ഒരു പ്രാവശ്യം നോക്കിയിരുന്നു. നല്ല കരിമീൻ, ചെതമ്പിൽ കളയാതെ കറി വെച്ച കരിമീൻ കഴിച്ചിരുന്നു. അപ്പോൾ അത്താഴത്തിൽ എങ്ങനെയുണ്ട് പുള്ളിക്കാരൻ്റെ രുചി എന്നൊന്നും അറിയണമല്ലോ. വാ, ഇത് സ്റ്റാലിൻ, പരിചയം ഉണ്ടാവും. ഉണ്ണിയുടെ ഏറ്റവും അടുത്ത കൂട്ടുകാരനാണ്. ഉണ്ണിയുടെ ക്യാമറയുടെ പിന്നിലുള്ള പ്രധാന വ്യക്തിയാണ് സ്റ്റാലിൻ. ഞാൻ പറഞ്ഞു OMKV ഉണ്ണിയുടെ ആണ് ഈ ഹോട്ടലിനാണ് പറഞ്ഞത്. ശരിക്കും പറഞ്ഞാൽ OMKV ഉണ്ണിയുടെ അല്ല, സ്റ്റാലിൻ്റെ ആണ് ഹോട്ടൽ. സ്റ്റാലിൻ്റെ ഹോട്ടൽ എന്ന് പറയുന്നത് ഉണ്ണിയുടെ ഹോട്ടൽ പോലെ, ഉണ്ണിയുടെ ഹോട്ടൽ എന്ന് പറയുന്നത് എൻ്റെ ഹോട്ടൽ പോലെ. അപ്പോൾ നമ്മുടെ ഹോട്ടലാണിത്. അത്താഴം കഴിക്കാം അല്ലേ? എന്താണുള്ളത്? ആരാകത്തുള്ളത്? ഉണ്ണിയുണ്ടോ? ഉണ്ണിയുണ്ട്, അമ്മയുണ്ട്, അനിയത്തിയുണ്ട്. ശരിക്കും പറഞ്ഞാൽ സ്റ്റാലിൻ്റെ ഫാമിലി മെമ്പേഴ്സാണ് ഇവിടുത്തെ പ്രധാന. അവർ മാത്രമേ ഉള്ളൂ, പ്രധാനം എന്നല്ല, വേറെ ആരുമില്ല. അവർ തന്നെയാണ് ഇതെല്ലാം ചെയ്യുന്നത്. അതേപോലെ ഉണ്ണി ഇടയ്ക്കിടയ്ക്ക് ഉണ്ണിയുടെ നുറുങ്ങു വിദ്യകളൊക്കെ കാണിക്കാറുണ്ട് അല്ലേ? അപ്പോൾ നമുക്ക് അടുക്കളയിൽ തന്നെ പോകാം. തുടക്കം ഉണ്ണി. ആഹാ, തകർക്കാണല്ലോ. ഇതെന്താണ് പരിപാടി? ഇത് നമ്മളിട്ടൊരു അച്ചാറാണ്. അപ്പൊ ഞാനൊന്ന് ചൂടാക്കിക്കൊണ്ടിരിക്കുന്നതാണ് കഴിക്കാനായിട്ട്. അത് ശരി. അപ്പൊ നമ്മുടെ ഇത് എന്ത് അച്ചാറാണിത്? ഇത് മീനച്ചാറാണ്. നല്ല മീനെന്ന് പറഞ്ഞാൽ ഉണ്ണി ഓർമ്മ വരും, മീൻ പിടുത്തം എന്ന് പറഞ്ഞാൽ OMKV ഫിഷിംഗ് ഓർമ്മ വരും. അത് ഈ മറ്റേ വാഗയെന്ന് പറഞ്ഞ മീനുണ്ട്, വാഗ മീനിന്റെ അച്ചാറാണ്. അപ്പൊ അതിന്റെ വീഡിയോ ഒക്കെ ഉണ്ട് കേട്ടോ, നമ്മുടെ ചാനലിലുണ്ട്. അതെ, മീനാണ് ഇങ്ങനെ അപ്പ ഇങ്ങനെ കറക്കി ഇങ്ങനെ മീൻ കറക്കി ഇങ്ങനെ വെച്ചാൽ ഓക്കെ. അപ്പൊ നമുക്ക് വന്ന പരിപാടി നോക്കല്ലേ? പിന്നല്ലാണ്ടോ. മീനച്ചാറിന്റെ പ്രിപ്പറേഷൻ കഴിഞ്ഞപ്പം നമ്മൾ ഉണ്ണിയെ പുറത്തോട്ട് ഇറക്കി വിട്ടു. കാരണം മീനാണ് പുള്ളിയുടെ വസ്തു. അപ്പൊ അത് കഴിഞ്ഞ് ഇവിടെ മീൻ തീർന്നെന്ന് പറയാൻ പറ്റില്ല കേട്ടോ. ചെമ്മീനാണ്. സ്റ്റാലിൻ പറഞ്ഞു ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞു. ചെമ്മീൻ സ്റ്റാലിൻ ഏറ്റെടുത്തിരിക്കുകയാണ്. ചെമ്മീൻ ഫ്രൈ ആണോ സ്റ്റാലിനെ? ഈർക്കിലെ കുത്തി ചെമ്മീൻ ഫ്രൈ, അതാണ് സ്റ്റാലിൻ ചെയ്യുന്നത്. നോക്കാം. ഇതെന്റെ അമ്മയാണ്. ഇതെന്റെ അനിയത്തിയാണ്. ഏറ്റവും ഇളയ ആളിതാണ്. മൂത്ത ആള് ഫ്രണ്ടിലുണ്ട്, കാശ്മീർ പുള്ളിയാണ്. ഇത് ഈ പുള്ളിക്കാരത്തി എന്നെ കുക്കിംഗ് ഹെൽപ്പ് ചെയ്യുന്നു, അമ്മ എന്നെ കുക്കിംഗ് ഹെൽപ്പ് ചെയ്യുന്നു. ഈ പുള്ളിക്കാരത്തിയെ ക്യാഷ് എത്തിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് മറ്റേ പുള്ളിക്കാരത്തിക്ക് പാചകം കുറച്ച് താല്പര്യമുണ്ട്. ഓ, അതാണ്. അപ്പോൾ പാചകം ഒരാളെ ഏൽപ്പിച്ചു, ക്യാഷ് വേറൊരാളെ ഏൽപ്പിച്ചു, അമ്മ ഓവറോൾ. അപ്പോൾ ചെമ്മീൻ ഇങ്ങനെ ചുട്ടു വരുന്നുണ്ട്, അതും ഈർക്കിളിയിൽ കുത്തിയത്. ഒരു പ്ലേറ്റ് നിറച്ച് ഈർക്കിളിയിൽ കുത്തിയ ചെമ്മീൻ ഫ്രൈ. ഇത് ഒരു പ്ലേറ്റ് ഒന്നും ഞാൻ കഴിക്കുന്നില്ല, ഞാൻ 1-2 നമുക്കൊരു ടേസ്റ്റ് നോക്കാം. അപ്പോൾ ഇവരിപ്പം അടുത്തിടയ്ക്ക് തുടങ്ങിയ റെസ്റ്റോറൻ്റ് ആണ്, അത് ഫുൾ ഫ്ലെഡ്ജ് ആയിട്ടില്ല അല്ലേ?
പതുക്കെ പതുക്കെ അവർ ഓരോ കാര്യങ്ങൾ ചെയ്തു വരുന്നു. കുറെ വെറൈറ്റീസ് ഉണ്ട് ഇവിടെ കഴിക്കാനായിട്ട്. ബീഫ് വിന്താലു, ബീഫ് ഫ്രൈ, അപ്പം, പൊറോട്ട, ചപ്പാത്തി, കപ്പ, കരള്, എല്ലാ ഐറ്റംസും ഉണ്ട്. നമുക്ക് ഇപ്പൊ തൽക്കാലം ഞാൻ അപ്പവും മീൻകറിയാണ് കഴിക്കുക. അപ്പവും മീൻകറി ഒരു കിടിലൻ കോമ്പിനേഷനാണ്. കൂടെ മറ്റ് വെറൈറ്റികൾ ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഉണ്ണിയാണ് എന്റെ കൂടെ ഇന്ന് അത്താഴം കഴിക്കുന്നത്. ഉണ്ണി കുക്കിംഗ് മാത്രമല്ല, നല്ല അടിപൊളിയായിട്ട് ഫുഡ് എൻജോയ് ചെയ്യുന്ന പാർട്ടിയാണ്. അതെ, നമ്മൾ തകർക്കും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ പാലപ്പവും ഫിഷ് കറിയാണ് കഴിക്കുക. ഉണ്ണി എന്താ കഴിക്കാം? എന്താണ് ഉണ്ണിക്ക് പറ്റിയ? അല്ല, എന്തൊക്കെ ഉണ്ടെന്ന് പറയാം. അപ്പം പറ, എന്തൊക്കെയുണ്ട് പറ. ബീഫ് ഇന്നലുണ്ട്, കരളുണ്ട്, ബീഫ് റോസ്റ്റ് ഉണ്ട്, ബീഫ് ഫ്രൈ ഉണ്ട്, ചിക്കൻ ഫ്രൈ ഉണ്ട്, പിലോപ്പി റോസ്റ്റ് ഉണ്ട്, പിന്നെ ക്യാരറ്റ്. എല്ലാരും ഈ 2 പ്ലേറ്റ് എടുക്കും. പുള്ളി അപ്പം കഴിക്കണമെങ്കിൽ ചപ്പാത്തി, ചപ്പാത്തിയും നമുക്ക് വിന്താലും കറി കഴിക്കാം. ചപ്പാത്തി വിന്താലും ഫിഷ് കറി, ക്യാരറ്റ് പിലോപ്പി ഉണ്ട്. എന്തായാലും കുഴപ്പമില്ല. അത് നമുക്ക് എല്ലാം കഴിഞ്ഞാൽ എടുക്കും. അപ്പൊ പിലോപ്പി എടുക്കും. അപ്പൊ ഫുഡ് വരട്ടെ. അത്ര നേരം ഞങ്ങൾ കുറച്ചു നേരം ഒന്ന് വർത്താനം പറഞ്ഞിരിക്കും. കുമ്പളങ്ങി സൂപ്പറാണ് കേട്ടോ. കൊച്ചിയിൽ വന്നിട്ട് ഏറ്റവും അടുത്ത് കാണാൻ പറ്റിയ ഒരു സ്ഥലമാണ് കുമ്പളങ്ങി. കുറെ അതുപോലെ തന്നെ ടൂറിസത്തിന്റെ പേരിൽ കുമ്പളങ്ങി നന്നായിട്ട് പ്രശസ്തി ആർജിച്ചതുമാണ്. കുറെ ബാക്ക് വാട്ടേഴ്സ് ഉണ്ട്. അതേപോലെ തന്നെ കടലിനോട് ചേർന്നാണ് കിടക്കുന്നത്. നല്ല ഒന്നാന്തരം മീനും കിട്ടും. ഇന്ത്യയിലെ ആദ്യത്തെ ടൂറിസം വില്ലേജ്. അതിന്റെ ഇടയ്ക്ക് നമുക്കിപ്പോ ഫുഡ് കിട്ടി. ഇപ്പൊ ഇന്ത്യയിലെ ആദ്യത്തെ അപ്പൊ എല്ലാം കൂടി ഇന്ന് കഴിച്ചു അല്ലേ? പിന്നെ അല്ലാണ്ട് നമുക്ക് തകർക്കായത്. ഇത് കണ്ടോ, തിലാപ്പിയാണ് മീൻകറി. തിലാപ്പിയ മീൻകറി. അതിന്റെ ആ ചാറിനകത്ത് ചെറിയൊരു തിലാപ്പിയ കിടന്ന് നീന്തി തുടിക്കുന്നുണ്ട്. അതിന്റെ കൂടെ നമുക്ക് അപ്പമുണ്ട്. ഇവിടെ ചപ്പാത്തിയും വിന്താലും, ബീഫ് വിന്താലും ആണ് നമ്മുടെ ഉണ്ണിച്ചേട്ടൻ കഴിക്കുന്നത്. ഉണ്ണിച്ചേട്ടൻ ഞാനല്ല വിളിക്കുന്നത്, നിങ്ങളാണ് വിളിക്കുന്നത് കേട്ടോ. ഞാൻ ചുമ്മാ വിളിച്ചതേ ഉള്ളൂ. അതെ, അപ്പൊ നമുക്ക് കഴിക്കാല്ലേ? തുടങ്ങാം പതിയെ അല്ലെ? നമുക്ക് ഈ തിലാപ്പിയയുടെ ചാറ് അപ്പത്തിന്റെ മേളിലോട്ട്, നല്ല വെള്ളയപ്പം. എന്താ വീട്ടില് അമ്മയൊക്കെ ഇങ്ങനെ പറയും, മുല്ലപ്പൂ പോലെ വെളുത്തയപ്പം, അല്ലെന്നുണ്ടെങ്കിൽ പാലപ്പൂ പോലെ വെളുത്തയപ്പം എന്നൊക്കെ പറയും. അതിന്റെ പുറത്ത് ആ പീന്റെ ചാറ് അങ്ങോട്ട് വന്നു കഴിയുമ്പോഴല്ലോ അത് കാണുമ്പോ തന്നെ കൊതി വരും. ശരിയാണ്ട. സംഭവം അതിന്റെ ആ എരിവും മീന്റെ രുചിയും നല്ല എരിവുണ്ട്. എരിവ് വേണം. മീൻകറി ആണെങ്കിൽ നല്ല എരിവ് വേണം. അപ്പോഴാണ് അതിന്റെ ആ, എനിക്കിഷ്ടമാണ്. എല്ലാവർക്കും അത് ഇഷ്ടപ്പെടണമെന്നില്ല. എന്റെ ഒരു ഫീലിംഗ് പറഞ്ഞാണ്. നമുക്ക് ബീഫ് വിന്താലും കഴിച്ചു നോക്കാം. ചേട്ടൻ പറയണ പോലെ പറയാൻ പറ്റുമോന്ന് എനിക്കറിയില്ല. എന്നാലും ഞാൻ എന്റെ രീതിക്ക് ഞങ്ങൾക്ക് പറഞ്ഞുതരാം. വിന്താലും ശരിക്കും കുമ്പളങ്ങിക്കാരുടെ ഒരു ഐറ്റം തന്നെയാണ് കേട്ടോ. കുമ്പളങ്ങിക്കാര് കൊച്ചിക്കാരുടെ ഒരു സാധനം തന്നെയാണ് ശരിക്കും. അതിങ്ങനെ ബീഫ് എടുത്തിട്ട് ശരിക്കും എന്തായാലും നല്ല ചോറും സംഭവം, ചൂടുള്ള ചോറിൻ്റെ കൂടെ കഴിക്കുന്ന സംഭവം ടേസ്റ്റ്. അപ്പൊ നമുക്ക് ചപ്പാത്തി ഉള്ളതുകൊണ്ട് നമ്മൾ ചപ്പാത്തി ഇനിയിപ്പോ നമ്മുടെ ആൾക്കാരെല്ലാരും പറയാം എന്റെ കുക്കിംഗ് സ്റ്റാലിൻ പറഞ്ഞു തന്നിട്ടാണ് കുക്ക് ചെയ്യുന്ന പറയും. അത് സത്യം അതാണ്. ഞാൻ പറയാം എന്തായാലും സൂപ്പറാണ്. ഇത് സ്റ്റാലിന്റെ കുക്കിംഗ് അല്ല ശരിക്കും പറഞ്ഞ, സ്റ്റാലിന്റെ അമ്മ ഉണ്ടാക്കിയതാണ്. അപ്പൊ ആ അമ്മയുടെ കൈപുണ്യാണ്. കൈപുണ്യം അകത്ത് പോയിട്ടുണ്ട്. അമ്മയുടെ കൈപുണ്യം. അതേപോലെ ആ എനിക്ക് ആ പാലപ്പത്തില് പെങ്ങൾ ഉണ്ടാക്കി തന്ന കറി, അതിന്റെ രുചി സൂപ്പറാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ ആദ്യമായിരുന്നു കഴിക്കുന്നത്, സ്റ്റാർട്ടറായിട്ട് അല്ലേ? വലത്തെ കൈയില് കറി ആയതുകൊണ്ടാണ് എടുത്ത് കഴിയുമ്പോൾ കുഴപ്പമില്ല. നമ്മൾ ഇതേപോലെ ഒരു ചെമ്മീൻ നേരത്തെ ചെയ്തിട്ടുണ്ട്.
ഞാൻ കഴിഞ്ഞ ദിവസം കണ്ണൂർ പോയി, ഇവർ ഇതുപോലെ തന്നെ ഈർക്കിലി കുത്തിക്കറ്റി. അത് വലിയ ചെമ്മീനല്ലായിരുന്നു, കൊഞ്ചായിരുന്നത്. ഇത് നമ്മുടെ നാരൻ ചെമ്മീനാണ്, നമുക്ക് ഇവിടെ നാട്ടിൽ കിട്ടുന്ന നാരൻ ചെമ്മീൻ. ഇത് ഊരിയല്ല കഴിക്കണ്ടേ? അല്ല, ഇതിന്റെ തല ഞാൻ അങ്ങ് ഊരി എടുത്തേ ഉള്ളൂ. അല്ല, ഇത് ഇങ്ങനെ പിടിച്ചിട്ടേ ഇങ്ങനെ കഴിക്കാം അല്ലേ? ഇതിങ്ങനെ അപ്പൊ ആ ഒരു ഈർക്കിലിന്റെ ടേസ്റ്റ് അതും വരും. അതേപോലെ തന്നെ ഇതിന്റെ തലയിലും കൊണ്ടൊരു സ്വല്പം ജ്യൂസ്. തലയിലുണ്ട്. ഞാനിത് ഊരിയതിന്റെ കാരണം ഇങ്ങനെ കടിച്ചെടുക്കാനായിട്ടാണ്. ചെമ്മീൻ നല്ല ചെമ്മീനുണ്ടല്ലോ, നന്നായിട്ട് ആ മുരിഞ്ഞ് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ അത് അതിന്റെ ആ ജ്യൂസി ഫീലിംഗ്, ഒരു ക്രീമിഷ് ഫീലിംഗ് അല്ലേ, ക്രീം കൊണ്ട് ഒരു രുചിയൊക്കെയാണ് വരും. അപ്പൊ അത് കഴിക്കുമ്പോ ഒരു പ്രത്യേക ഫീലാണ്, മനസ്സിനും സംതൃപ്തി, നാവിലും രുചി. അടുത്ത ഐറ്റം ഇതെന്താണ്? ഇത് ഐറ്റം കേര. നിങ്ങൾ സ്ഥിരം മീനൊക്കെ കഴിക്കുന്ന, ഞാനൊരു സ്വല്പം തിലാപ്പിയ പൊട്ടിച്ച് കഴിച്ചു നോക്കട്ടെ. ഇത് കണ്ടോ, തിലാപ്പിയ, ചെറിയ തിലാപ്പിയ നന്നായിട്ട് കറി വെച്ചതാണ്. ഇതിന്റെ ദശ നമുക്കിങ്ങനെ പതുക്കെ അടത്തി ഇങ്ങനെ എടുക്കാം. പത്തി എടുത്തിട്ട് രുചി നോക്കാം അല്ലേ? നന്നായിട്ട് വെന്ത തിലാപ്പിയ, അതിന്റെ ആ കറിയില് മസാല എല്ലാം കൂടെ അങ്ങോട്ട് പിടിച്ചിട്ട് ആ തിലാപ്പിയുടെ ദശയ്ക്കുണ്ട് അതിന്റെ രുചി. ആ തിലാപ്പിയുടെ രുചിയും കറിയുടെ രുചിയും എല്ലാം കൂടെ കൂടിയിട്ട് നമ്മൾക്ക് പറയാൻ വാക്കുകളില്ല. ഇവിടെ കേര കറി വെച്ചതുകൊണ്ട്, കേര എന്ന് പറയുന്നത് തുണ്ടമീനാണ് കേട്ടോ. നമ്മുടെ കോട്ടയത്തൊക്കെ തുണ്ടമീൻ എന്ന് പറയും. തുണ്ടമീൻ ഇവിടെ എങ്ങനെ പറയോ? ഇല്ല. തുണ്ടമീൻ എന്ന് പറഞ്ഞാൽ വലിയ മീൻ, തുണ്ടമാക്കി വിൽക്കുന്ന മീനുകളെല്ലാം തുണ്ടമീൻ എന്ന് ഞങ്ങൾ അവിടെ പറയാറുണ്ട്. അപ്പോ 2 പീസസ് ഉണ്ട്. അത് നമുക്ക് ഉണ്ണിക്ക് തന്നെ ഒഴിക്കും. മീൻ കഴിച്ചിട്ടേ ആ ഒരു ഇത്, അല്ല സോറി, ഇറച്ചി കഴിച്ചിട്ടേ അതിന്റെ ഇതുണ്ട്. പക്ഷെ ആ മീനങ്ങാണ്ട് വന്നപ്പോ കണ്ട അതങ്ങ് മാറി. ഇനി മീനാണ് കുറച്ച് ചേർത്തത്. ആ സീൻ മൂഡ് തന്നെ മാറി. മീൻ വന്നു കഴിഞ്ഞപ്പോ കേര നോക്കി ഇതേപോലെ ഇങ്ങനെ അടർത്തി എടുക്കാം. ചാറി നോക്കിട്ട് തിലാപ്പിയ പോലെ തന്നെ നമുക്ക് ഇച്ചിരി ചാറൊഴിച്ച് ഒരു കഷ്ണം കൂടെ അതിന്റെ മേളിൽ തട്ടിയിടാം. സൂപ്പറാണ്. എന്ന് വെച്ചാല് ആവശ്യത്തിന് പുളി ചേർത്തിട്ടുള്ള മീൻകറി. അതിന്റെ ആ പുളിയും കേരയുടെ രുചിയും കറിയുടെ അധികം, മറ്റേ തിലാപ്പിക്ക് എരിവ് കൂടുതലായിരുന്നു, ഇതിന് അത്ര എരിവില്ല, എങ്കിലും ആവശ്യത്തിന് എരിവുണ്ട്. നല്ലോണം അരച്ചിട്ടുണ്ട്. തേങ്ങാപ്പാൽ അരയ്ക്കുമ്പോഴത്തേന് എരിവ് സ്വല്പം കുറഞ്ഞത് നമുക്ക് തോന്നും. പക്ഷെ അതിന്റെ ആ രുചിയും കൂടെ വന്നിട്ടുണ്ട്. അപ്പൊ കൊള്ളാം, കിടു. ഇവിടെ കുറെ ഐറ്റംസ് ഉണ്ട് കേട്ടോ. ഇതെന്താണ് ഇനി? കരള് ശരിക്കും നമ്മള് പരിപാടിക്കൊക്കെ ചെല്ലുമ്പോ കിട്ടണ ഒരു സാധനം. ഇവിടെ കുമ്പളങ്ങി സ്പെഷ്യലാണ് കരള് കറി. ഒരു രക്ഷയുണ്ടാവും. കരള് കിട്ടിയ കരളിന് പോലും കൊടുക്കരുതെന്നാ പറയുന്നത്. ഞാൻ പറഞ്ഞില്ലോ. അപ്പോ മീൻകറിയും അപ്പവും ചപ്പാത്തിയും മറ്റു കറികളും മാത്രമല്ല ഇവിടെ ഉള്ളത്. ഇവിടെ കുറേയേറെ അൽഫാം അല്ലേ, അൽഫാം അങ്ങനെ കുറേയേറെ ഐറ്റംസ് ഉണ്ട്. വൈകുന്നേരം ഒരു 5:30 മുതൽ 11:30 രാത്രി വരെ ഇവിടെ നമുക്ക് ഫുഡ് കിട്ടും. ഞങ്ങള് കുമ്പളങ്ങിയിൽ പോയി, കുമ്പളങ്ങിയല്ല ഇത്, കുമ്പളത്ത് പോയി പുട്ട് കഴിച്ചിരുന്നു രാത്രി, പാതിരാത്രിയില്. അതുപോലെ നമുക്ക് ആർക്കെങ്കിലും പാതിരാത്രിയിൽ ഒരു ഫുഡ് കഴിക്കണമെന്ന് തോന്നിയാൽ ഇവിടെ വരാം. പാതിരാത്രി 12 11:30 മുമ്പേ തരണം. അതൊക്കെ ഇത് നമ്മുടെ ബീഫ് ഫ്രൈ ആണ്. അതായത് ഭയങ്കര സാധനമാണ് ഇത്. അല്ല, ഇത് ഒരു കാര്യം ആദ്യം സ്റ്റാലിനെ എനിക്ക് കഴിക്കാവുന്ന ഐറ്റംസിന് കൊണ്ടുവരുന്നതിന് പകരം നീ ബീഫിന്റെ ഐറ്റംസ് മാത്രമാണല്ലോ കൊണ്ടുവരുന്നത്. മീനച്ചാർ. ഓക്കെ, അപ്പൊ നമുക്ക് കൊണ്ട് കേട്ടാ. ഉണ്ണി സ്പെഷ്യൽ ഞാൻ കഴിക്കുന്നു, സ്റ്റാലിൻ സ്പെഷ്യൽ ഉണ്ണി കഴിക്കട്ടെ. ബീഫ് ഫ്രൈഡ് ആയിരുന്നു ഇത് കഴിക്കാണ്ട് തന്നെ പറയാം. കാര്യം ഞാൻ നേരത്തെ കഴിച്ചതാ, അടിപൊളിയായിരുന്നു.
ഇതിലൂടെ മറ്റേ തേങ്ങാക്കൊത്തൊക്കെ ഉണ്ട്. ആ തേങ്ങാക്കൊത്തും ബീഫിന്റെ പീസും കൂടെ ഞാൻ പറയുന്ന പോലെ കഴിക്കും. ഒരു തേങ്ങാക്കൊത്ത് എടുക്കുക, ഇത് വേണ്ട, ചപ്പാത്തി വേണ്ട, ഒരു തേങ്ങാക്കൊത്ത് എടുക്കുക, ഒരു ബീഫിന്റെ പീസ് വെക്കുക, അത് രണ്ടും കൂടെ ഒന്നിച്ച് ഇങ്ങനെ പതുക്കെ വായിട്ട് നാവിൽ വെച്ചിട്ട് ഇങ്ങനെ പതുക്കെ ചവച്ച് കഴിക്കും. എന്താ അതിന്റെ ഫീലല്ലേ, കാണുമ്പോ തന്നെ നമുക്ക് തോന്നി വരും. കണ്ണടഞ്ഞു ടേസ്റ്റ് കൂടിയെന്നാണ്. അതാണ് ബീഫ് കഴിക്കാൻ പറ്റുന്നവര്, എനിക്ക് കഴിക്കാൻ പറ്റുന്നില്ല, അത് വേറെ കാര്യം. പക്ഷെ കഴിക്കാൻ പറ്റുന്നവർ നന്നായിട്ട് എൻജോയ് ചെയ്ത് കഴിക്കുന്ന ഒരു വിഭവമാണ് ബീഫ് ഫ്രൈ. അതും തേങ്ങാക്കൊത്തൊക്കെ ഇട്ട് നന്നായിട്ട് ഉലർത്തിയെടുത്ത സാധനം സൂപ്പറാണ് ബീഫ് ഫ്രൈ. അപ്പൊ ഉണ്ണി സ്പെഷ്യൽ അച്ചാർ നിങ്ങൾക്ക് വേണേ ഓർഡർ ചെയ്യാം കേട്ടോ, ഓൺലൈനിൽ. നമുക്കത് അച്ചാറായിട്ട് തന്നെ കഴിക്കാം. സാധാരണ നമ്മൾ അച്ചാറൊക്കെ മേടിച്ചാറുണ്ടല്ലോ, അതിന് ഭയങ്കര കട്ടിയായിരിക്കും, വറുത്ത് വല്ലാതെ കട്ടിയാണ്. ഇത് നല്ല സോഫ്റ്റ് മീനിന്റെ പീസസ്, അതും അച്ചാറിന്റെ അങ്ങനെയാണ്. ചെറിയ തോതിൽ നമ്മുടെ വിനാഗിരിയൊക്കെ ചേർത്ത്, അതേപോലെ മസാലകൾ അതിന്റെ വേണ്ടും വിധം ചേർത്ത് ഉണ്ടാക്കിയ ഉലുവയൊക്കെ ചേർത്ത ഉലുവയുടെ രുചിയൊക്കെ വരും. അതെല്ലാം കൂടെ ഉള്ള ആ അച്ചാർ സോഫ്റ്റ് ആണ്. അതിന്റെ ഫിഷ് മീറ്റ് എന്നുള്ളതാണ് അതിന്റെ സ്പെഷ്യൽ. നമുക്ക് ചിക്കൻ ഫ്രൈ ഇവിടെ വന്നിട്ടുണ്ട്. ചിക്കൻ ഫ്രൈ ഏതായാലും നമുക്ക് കഴിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. അപ്പൊ ഞാനത് ചിക്കൻ ഫ്രൈയും കൂടെ ഒരു സ്വല്പം സവോളയും കൂടെ ഇടും. അപ്പൊ നന്നായിട്ട് മുരിച്ച് ഫ്രൈ ചെയ്താണ്. ഒരു സംശയമുണ്ട്, ഈ ബീഫിന്റെ ചിക്കനൊക്കെ വറുത്തെങ്കിൽ സവാള വെക്കണ എന്തിനാന്ന് അറിയാം? കൂടെ കഴിക്കും. ആയിരിക്കും അറിയാൻ കൂടെ കഴിക്കാൻ അല്ല, അറിയാവുന്നവരുണ്ടെങ്കിൽ പറയട്ടെ. അത് നമ്മുടെ ഉണ്ണിയുടെ ഒരു സംശയമാണ്. ബീഫ്, മീന്, ചിക്കന് ഇതൊക്കെ വറുത്ത് കഴിയുമ്പോൾ സവോള കാണാനായിട്ട് വൃത്തിയായിട്ടും അതേപോലെ കൂടെ കഴിക്കാനായിട്ടും വെക്കാറുണ്ട്. പക്ഷെ അതെന്താണ് സവോള മാത്രം, എന്തുകൊണ്ട് മറ്റൊന്നുമില്ല? സാധാരണ നമ്മുടെ ചെറിയ ഉള്ളി എന്തിനാണ് തഴഞ്ഞു കളയുന്നത് അല്ലേ? അതിനെയും കൂടെ കൂട്ടുണ്ട്. അതൊക്കെയാണ് ഉണ്ണിയുടെ സംശയം. നിങ്ങൾക്ക് ഉത്തരം ഉണ്ടെങ്കിൽ അത് അല്ല, ഇതിന്റെ കൂടെ മറ്റേ ക്യാരറ്റും ഇത് എന്തിനാണെന്ന് കറക്റ്റ് ആധികാരികമായിട്ട് അറിയാം. അതായത് ഈ സാലഡ് പോലെ നമ്മുടെ കൂടെ സൈഡായിട്ട് വെക്കുന്നതിന്റെ സയന്റിഫിക് ആയിട്ടുള്ള എന്തെങ്കിലും കാരണമുണ്ടോ അല്ലെ? അതാണ് ഉണ്ണി ചോദിച്ചത്. കണ്ടമാനം മസാല ഒന്നും ഇട്ടിട്ടില്ല, ആവശ്യത്തിന് മസാല, ചെറിയ ഉപ്പ്, കൂടെ സവോള. നമ്മുടെ അത്താഴ വിഭവങ്ങളെല്ലാം കഴിഞ്ഞ് ഒരു കട്ടൻ ചായ ഒക്കെ കുടിച്ചിരിക്കുകയാണ്. കുമ്പളങ്ങയില് സ്റ്റാലിന്റെ അത്താഴം എന്ന റെസ്റ്റോറന്റിലാണ് ഞാനും ഉണ്ണിയും ഇന്ന് അത്താഴം കഴിച്ചത്. ഉണ്ണി ഇഷ്ടമായല്ലേ ഇന്നത്തേക്ക്? നമ്മുടെ ഹോട്ടലല്ലേ? അത് തന്നെ, ഉണ്ണിയുടെ ഹോട്ടൽ, ഉണ്ണിയുടെ സ്വന്തം കൂട്ടുകാരന്റെ ഹോട്ടൽ. അപ്പൊ ഉണ്ണിയുടെ ഹോട്ടൽ പോലെ. അപ്പൊ നമ്മൾ ഈ വീഡിയോ ഇവിടെ നിർത്തുകയാണ്. ഉണ്ണിയുടെ സ്റ്റൈലില് നമുക്ക് കൺക്ലൂഷൻ പറയാം. അതെ, അപ്പൊ ഇതൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് എബിൻ ചേട്ടന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതിരിക്കാൻ പറ്റുമോ? അപ്പൊ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. പുള്ളി ഓടി നടന്നിങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കാണിച്ചു തരും. നിങ്ങൾക്ക് പുതിയ ഫുഡ് കഴിക്കാൻ പറ്റിയ പുതിയ സ്ഥലങ്ങൾ കാണിച്ചു തരും. അപ്പൊ ഇനി പുള്ളി അങ്കമാലിക്ക് പോകണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. അങ്കമാലി അറിയാലോ അല്ലേ? എന്റെ പൊന്നെ. അപ്പം അടുത്ത വീഡിയോയിൽ കാണുന്നവരെ സ്റ്റാലിന്റെ അത്താഴം. അപ്പൊ എന്നും കൂടെ ഉണ്ടാകുക. തൽക്കാലത്തേക്കിന് ബൈ, ഗുഡ് നൈറ്റ്.